നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും തെരുവിലും ആളെ കൂട്ടി ഗുണ്ടായുസവും ഭീഷണിയുമായി നടന്ന അർജുൻ ആയങ്കിയെ ഒടുവിൽ സ്വന്തം പാർട്ടി നേതാക്കൾ തന്നെ കൈയൊഴിയുന്ന വാർത്തകളായിരുന്നു നമ്മൾ കണ്ടത്. കോതമംഗലം ഊന്നുങ്ങൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരെയും പോലീസിനെയും ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരുപക്ഷെ ജാമ്യം കിട്ടിയാലും പഴയ കോതമംഗലം റിസോർട്ട് കേസിൽ കോടതി ജാമ്യം റദ്ദാക്കിയത് അർജുൻ ആയങ്കിയെ ഇനി ദീർഘകാലം അഴിക്കുള്ളിലാക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. കണ്ണൂരിൽ വെച്ച് ഒളിവിൽ കഴിയവേ അറസ്റ്റിലായ ആയങ്കിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിക്ക് ശേഷം കോതമംഗലത്ത് എത്തിച്ചാണ് തിങ്കളാഴ്ച വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നിയമസഭാ വോട്ടെണ്ണലിന്റെ തലേന്ന് എറണാകുളം റൂറൽ പോലീസിന്റെ ഓപ്പറേഷൻ നടപടിയുടെ ഭാഗമായാണ് കോതമംഗലം പുന്നേക്കാടുള്ള റിസോർട്ടിൽ വെച്ച് ക്രിമിനൽ സംഘങ്ങളെ ഒന്നിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് ലഭിച്ച ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് ആയങ്കി തന്റെ സകല പരിധികളും ലംഘിച്ച് കോതമംഗലം SHOയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത ഭീഷണി മുഴക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് പോലീസിനെ അവഹേളിച്ചതുകൊണ്ടാണ് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി അപ്പോൾ ജാമ്യം റദ്ദാക്കിയത്. ഇനി റദ്ദാക്കിയ ഈ ജാമ്യം പുനഃസ്ഥാപിച്ചു കിട്ടണമെങ്കിൽ ആയങ്കിക്ക് സെഷൻസ് കോടതിയെയോ ഹൈക്കോടതിയോ ഒക്കെ സമീപിക്കേണ്ടതായി വരും. അതായത് കുറെ കാലം ജയിലിനുള്ളിൽ കിടന്ന് കൊതുകുകടിയൊക്കെ കൊള്ളുകയല്ലാതെ ആയങ്കിക്ക് മറ്റു വഴികളൊന്നുമില്ല. പാർട്ടിക്ക് വേണ്ടി സൈബർ ഇടങ്ങളിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത തനിക്ക് വേണ്ടി CPM നേതാക്കളും തെരുവിൽ സമരം നയിക്കുമെന്നും P ജയരാജനെ പോലെയുള്ള ഉന്നതർ തന്നെ രക്ഷിക്കാൻ ഓടിയെത്തുമെന്നുമായിരിക്കും ആയങ്കി സ്വപ്നം കണ്ടിരുന്നത്. എന്നാൽ തങ്ങളുടെ സ്വാർത്ഥ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ച ശേഷം കറിവേപ്പില പോലെ തള്ളിക്കളയുന്ന CPMന്റെ സ്ഥിരം തന്ത്രത്തിന് ഇരയാകാനായിരുന്നു അർജുൻ ആയങ്കിയുടെ യോഗം. അണികളും അനുഭാവികളും സത്യം തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നതിന്റെ ഉദാഹരണമാണിത്. നേതാക്കൾക്ക് വേണ്ടി ഏത് വയ്യാവേലിയും തലയിലെടുത്ത് വെച്ച് കൊടുത്താൽ ഒടുവിൽ ജയിലിലാകുമ്പോൾ ആ നേതാക്കൾ തന്നെ നമ്മളെ ക്രിമിനൽ എന്ന് വിളിച്ച് തള്ളിപ്പറയും. ആയങ്കിക്ക് കോതമംഗലത്ത് വെച്ച് മുൻകൂർ ജാമ്യം നൽകാൻ ഹൈക്കോടതി പോലും വിസമ്മതിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും വെച്ച് കളിച്ച് വീണ്ടും കേസുകൾ കൂട്ടിയതല്ലാതെ ആയങ്കിക്ക് ഒരു പ്രയോജനവും ഉണ്ടായതുമില്ല. വഴിയിൽ കിടന്ന വയ്യാവേലി മുഴുവൻ താങ്ങി തലയിൽ വെച്ചിട്ട് പാർട്ടി സംരക്ഷിക്കുമെന്ന വ്യാമോഹത്തിൽ കഴിഞ്ഞ അർജുൻ ആയങ്കി എന്ന സഖാവിന് കിട്ടിയ ഈ ഒരു പണി പാർട്ടിക്ക് വേണ്ടി നിയമം കയ്യിലെടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന മറ്റ് എല്ലാ അണികൾക്കുമുള്ള ഒരു തുറന്ന താക്കീതും പാഠവും കൂടിയാണ്.